Hey friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് വെക്കേഷൻ ടൈമിലാണ്. അതിനുശേഷം പിന്നെ വീഡിയോ ഒന്നും ചെയ്തില്ല, പനി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് റെസിപ്പിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകും. അപ്പോഴത്തേക്ക് നമുക്ക് പോയി സാധനമൊക്കെ വാങ്ങിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ കാന്താരി അൽഫാമിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് കുറച്ച് പുതിനയില, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കട്ട തൈര്, ഒരു പീസ് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സാക്ഷാൽ കാന്താരി മുളക്, നല്ല പഴുത്ത കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടിയോളം ഉണ്ട്. നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കുവാണ്. എന്നിട്ട് അതിനകത്തോടെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു ചിക്കനുണ്ട്, അത് നമ്മളൊരു ഫോർക്ക് വെച്ച് കുത്തി എടുക്കുവാണ്. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരച്ചെടുത്ത ഒരു മസാല ഉണ്ടല്ലോ, അത് ആ ഒരു ചിക്കനകത്തോട്ട് നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പുറത്ത് മസാലയൊക്കെ തേച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കടയിൽ വന്നിട്ട് കുക്കുംബർ വാങ്ങണം, ലെറ്റ്യൂസ് വാങ്ങണം, പിന്നെന്താ നമ്മൾ വാങ്ങേണ്ടത്? കുക്കുംബർ, ചോളം വാങ്ങണം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ, ലെറ്റ്യൂസ് വേണം, ചിക്കനൊക്കെ മേടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടല്ലോ. നമുക്ക് ഇത് ഒരാഴ്ചത്തേക്കുള്ള കുക്കുംബർ ജ്യൂസ് ഡെയിലി കുടിക്കണം. കുക്കുംബർ ജ്യൂസ് ഡെയിലി കുടിക്കാനായിട്ട് കുക്കുംബർ. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ വന്നത് ലെറ്റ്യൂസ് വാങ്ങാനാണ്. ലെറ്റ്യൂസ് വാങ്ങണം. പിന്നെ വേണ്ട ചോളം വെച്ച് ഞങ്ങൾ സൂപ്പ് ഉണ്ടാക്കും. ഒരു ചോളം എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസ് കിട്ടിയോ? ലെറ്റ്യൂസ് ഇതാണ്ട് ഉണ്ട്, ഒരു ഇച്ചിരി മോശമാണ്. ലെറ്റ്യൂസ് ഉണ്ട്, ഒരു ഇച്ചിരി മോശമാണ്, പക്ഷെ കുഴപ്പമില്ല. ഇത് മതി, നമ്മുടെ ആവശ്യം നടക്കും. നമുക്ക് ഇനി എന്തൊക്കെയുണ്ട് വാങ്ങാൻ? നമുക്ക് ഒരുവിധം എല്ലാം കുക്കുംബർ, ക്യാരറ്റ്, അത് ഇതെല്ലാം ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഉണ്ടോ? ഉള്ളിയെല്ലാം ഉണ്ട്. നമുക്കൊരു അവക്കാഡോ കൂടെ ആയാലോ? അവക്കാഡോ ഷേക്ക്. ഷേക്കിനൊപ്പം വേറെ എന്തുണ്ട്? അവക്കാഡോ ഷേക്ക് കുടിച്ചാൽ മതി. ഇന്നത്തെ റെസിപ്പി എന്തൊക്കെയാണ്? ഇന്നത്തെ റെസിപ്പി നമ്മൾ വീട്ടിൽ വന്നിട്ടില്ല പറയത്തുള്ളൂ, ഇവിടെ കട വെച്ചാന്നാ പറയുന്നത്. ഓക്കെ, വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇപ്പം ബാക്കി ഒരു ഇച്ചിരി സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി അടുത്ത ബണ്ണ് വാങ്ങാനായിട്ട് വന്നേക്കുവാണ്. ബണ്ണും ബ്രെഡും ഒക്കെ വാങ്ങിച്ചേക്കുവാണ്. ഈ ബർഗർ ബണ്ണ് സാധാ ബണ്ണ് നമ്മൾ വ്യത്യാസം ഇല്ല. ഇത് ബർഗർ ബണ്ണ്, ഇതിൻ്റെ പുറത്ത് എണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സാധാ ബണ്ണാണ്, ഇത് സ്വീറ്റ് ആയിരിക്കും. ഹേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങിച്ച് കുളിച്ച് റെഡി ആയിട്ട് വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ കുക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അച്ഛനിവിടെ ഫുള്ള് സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ കാന്താരി അൽഫാം സെറ്റാക്കാൻ പോവാണ്. കാന്താരി അൽഫാമിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് അൽഫാംസൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതോടൊപ്പം നമ്മൾ ഈ ബർഗറിനകത്ത് വെക്കാനുള്ള സ്ട്രൈപ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ട്രിപ്സൊക്കെ നമ്മൾ കാന്താരി ഫ്ലേവറിലാണ് ഇന്ന് ബർഗറിൽ വെച്ച് തിന്നാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടത് തിന്ന് നോക്കിയിട്ട് പറയണം. അപ്പോൾ നമുക്ക് എന്തായാലും കാന്താരി അൽഫാമും കാന്താരി ബർഗറും ട്രൈ ചെയ്തു. നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ബർഗറിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ പാനിലോട്ട് ബട്ടർ പീസ് ഇട്ട് വെച്ചേക്കുവാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഗീയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കുവാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ബർഗർ ബണ്ണാണ് വാങ്ങിക്കുന്നത്. ഇതൊന്ന് ഇങ്ങനെ വെച്ചൊന്ന് സെറ്റാക്കി കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ 5 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച കാന്താരി അൽഫാമിൻ്റെ ചിക്കൻ. അപ്പം നമ്മൾ ഇനിയിപ്പം ഇത് നേരെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓരോരോ പീസായിട്ട് എടുത്ത് ഇടുവാണ്. എന്താ സൗണ്ട്! അങ്ങോട്ട് അടച്ചു വെക്കുക. ഇത് ഇനി എത്ര നേരം വെക്കണം വെച്ചാ? ഒരു 10-15 മിനിറ്റിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ചെറിയ കട്ടി കുറഞ്ഞ പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള കാന്താരി അൽഫാം റെഡി ആക്കി കിട്ടും. ഇതിനകത്ത് പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീട്ടിലൊക്കെ അൽഫാം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുകൂട്ട് വെള്ളമൊക്കെ വരുവാണെങ്കിൽ ആരും ഒരു കാരണവശാലും പേടിക്കേണ്ട, ഇത് ഫ്ലോപ്പായി എന്നും പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ട. ഈ വെള്ളത്തിൽ കിടന്നാണ് ഇത് ഫ്രൈ ആവുന്നത്. നമ്മൾ ഇത് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും ഉപയോഗിക്കാതാണ് ഡീപ്പ് ഫ്രൈ എന്ന്. നമ്മൾ ഈ വാട്ടറിലാണ്, ഈ വെള്ളത്തിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അവസാനം ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കത്തേ ഉള്ളൂ. അത് നമ്മൾ കാണിക്കുന്നത്. ഈ വെള്ളം ഇതിനകത്ത് തന്നെ കിടന്ന് വറ്റി നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം.
ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന കൂട്ട് ഫ്രൈ ആയി കിട്ടും. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഏതാണ്ടൊക്കെ വേണ്ട റെഡിയായി വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ പോയി. ഇനി നമുക്ക് ഇതെടുത്ത് തിരിച്ചിടണം. നമ്മൾ വേണ്ട നേരത്തെ വെച്ചിരുന്ന ആ ഒരു ചിക്കൻ്റെ അല്ല, ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് പുരട്ടി കൊടുക്കണം. ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ നിന്ന് വേണ്ട ഇങ്ങനെ പുരട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അന്നേരം ഡ്രൈ ആവത്തില്ല ഈ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ഇതെടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോരോ കഷ്ണമായിട്ട് എടുത്ത് തിരിച്ചിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേണ്ട ഇതെല്ലാം എടുത്ത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ അപ്പുറത്തെ തേച്ച് വിട്ട് ഈ ഗ്രേവി തേച്ച് കൊടുക്കുക. അന്നേരം ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല. അതോടൊപ്പം ഒരു സ്വല്പം നെയ്യും പിന്നെ നമ്മുടെ നാരങ്ങാ നീരും ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇതിനകത്ത് ഹണി വേണമെങ്കിലും ചേർക്കാം, ലെമൺ വേണമെങ്കിലും ചേർക്കാം. ഇപ്പം നമുക്ക് ഹണി വേണ്ട, അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട ലെമണാണ് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത്. വേണ്ട നാരങ്ങ നീര് വേണ്ട അവിടെ പിഴിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ട് ആ പാത്രത്തിൽ. അതിൽ നിന്നെടുത്ത് നമ്മൾ വേണ്ട ഇതിനകത്തോട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് ഇതിനകത്ത് ഒരു നാരങ്ങയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ ഇഷ്ടമല്ല, ഹണിയാണ് ഇഷ്ടമെങ്കിൽ ഹണി വെച്ചാൽ ആ ഒരു ഹണിയുടെ ഫ്ലേവറും കാര്യങ്ങളും കിട്ടും. അത് ഇഷ്ടമുള്ളവരാദ്യം ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വേണ്ട ചിക്കനും കാര്യങ്ങളൊക്കെ വേണ്ട ഏതാണ്ടൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് 2 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഫ്രണ്ട്സ്, നോക്കി ഏതാണ്ട് ഇതിന്റെ കട്ടി കണ്ടില്ലേ? ഇത്രയും കട്ടി കുറച്ച് ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ ചിക്കൻ സ്ലൈസ് ചെയ്തിട്ടിരിക്കുന്നത്. വേറൊന്നിനുമല്ല, നമ്മൾ ഈ കട്ടി കൂടിയ പീസുകളാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഉൾവശം വേവത്തില്ല. നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന അൽഫാമിൻ്റെ ഉൾവശം വേവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ടി കുറഞ്ഞ പീസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാന്താരിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിക്കുന്നു. എൻ്റെ കൊതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിച്ചാലോ? ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള ബണ്ണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒക്കെ വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ച് എല്ലാം കൂടെ എടുത്ത് വെക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചീസിൻ്റെ ഒരു സ്ലൈസ് വെക്കുവാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ലെറ്റ്യൂസ് വെക്കാൻ പോവാണ്. ലെറ്റ്യൂസ് നമ്മൾ വെച്ചു. ഇനി നമ്മളിത് അങ്ങോട്ട് അടയ്ക്കും. ഇത്ര കാര്യമുള്ളൂ. നമ്മുടെ ബർഗറിൻ്റെ കാര്യം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ സലാഡ്, പിന്നെ അതുപോലെ കാന്താരി അൽഫാം ഹോം മെയ്ഡ്, ബർഗറും ഹോം മെയ്ഡ്, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന നമ്മുടെ ചെഫിനെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. നമസ്കാരം. എല്ലാം എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയുക. പിന്നെ നിങ്ങളുടെ മലയാളികൾക്ക് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, തുച്ഛമായ ചെലവിൽ അൽഫാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതും സ്വാദിഷ്ടമായ രീതിയിൽ. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായി കൂടെ കപ്പലോടുക, അത് എനിക്ക് മണമടിക്കുവാണ്. അപ്പോൾ ഈ അൽഫാം നമുക്ക് സ്വന്തമായി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് മറക്കരുത്, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫുഡ് അങ്ങോട്ട് കഴിച്ചു നോക്കാം. ആദ്യം തന്നെ ബർഗർ എടുക്കുക. പറയാൻ വയ്യ, അടിപൊളി ടേസ്റ്റ്. ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, സത്യമായിട്ട് അടിപൊളി ടേസ്റ്റ്. ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കൂടെ അടിപൊളി. ഇനി നമുക്ക് ചിക്കൻ മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാവേ. ചിക്കൻ മാത്രമായിട്ടാണല്ലോ അടിപൊളി. ഇപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അച്ഛൻ്റെ അടുത്തോടാ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അച്ഛൻ ബർഗർ എടുത്തേക്കുവാണ്. എങ്ങനെയുണ്ട്? കൊള്ളാ? ചോദിക്കും. കാന്താരി ഫ്ലേവറില്ല ബർഗർ ആദ്യമായിട്ട് കഴിക്കുക. ഞാൻ ചിക്കനും കൂടി ഇച്ചിരി എടുത്ത് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല. അതാണ്ട് ഇതൊന്നും നോക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പീസ് പൊളിച്ച് നോക്കും, എവിടെങ്കിലും വേവാനുണ്ടോ.
നമ്മൾ കടയിൽ പോയി അൽഫാം മേടിച്ച് കഴിഞ്ഞാൽ വേവാത്ത മാംസം നമ്മൾ തിന്നും. ആ ഒരു ആവശ്യമില്ല. ഇത് കണ്ടില്ല, ഇമ്മാതിരി ടേസ്റ്റ് തന്നെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടുമാണിത്. ഞാൻ എൻ്റെ ലൈഫിൽ വെച്ച് ഇതുവരെ കഴിച്ചിട്ടില്ല കാന്താരി അൽഫാം വെച്ച്, കാന്താരി ബർഗർ. ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റ്. ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബർഗർ കഴിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള കേസ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന് മുമ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും. ബൈ.